അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിനകത്ത് ഗോതമ്പ് മാവോ മൈദ മാവോ ഒക്കെ കുറുക്കി ചേർത്തിട്ടുള്ള ഒരു ഐസ്ക്രീമാണെന്ന്. അങ്ങനെയൊന്നും അല്ല. എല്ലാ മച്ചാമാർക്കും മിസ്റ്റർ മേസ്ത്രിയുടെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കിടിലൻ ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വിപ്പിംഗ് ക്രീമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതേ ടെക്സ്ചറോട് കൂടി തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു വിദ്യയാണിത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിനകത്ത് ഗോതമ്പ് മാവോ മൈദ മാവോ ഒക്കെ കുറുക്കി ചേർത്തിട്ടുള്ള ഒരു ഐസ്ക്രീമാണെന്ന്. അങ്ങനെയൊന്നും അല്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് മാംഗോ ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ തണുത്ത 240 ml വെള്ളം, അതായത് 1 കപ്പ് വെള്ളം, നല്ല തണുപ്പുണ്ടായിരിക്കണം. ഇതാ അടുത്ത് നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. 240 ml പാൽപ്പൊടി, അതായത് 1 കപ്പ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് പൊടിച്ച പഞ്ചസാര, അത് നമ്മളെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. പൊടിച്ച പഞ്ചസാര ചേർക്കണം. അപ്പോൾ നമ്മൾ അടുത്ത് ചേർക്കുന്നത് ടാങ്കിൻ്റെ പൗഡറാണ്. ഇത് മാംഗോ ഫ്ലേവറാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം. 2-3 മിനിറ്റ് നമുക്ക് നേരെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് മിക്സി ഓഫ് ചെയ്യാം. നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ ഫ്രീസറിൽ വയ്ക്കുന്ന സമയത്ത് അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വയ്ക്കാനായിട്ട് നോക്കണം. ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണോ അതേപോലെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ മോനെ, സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാതെ ഞാൻ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. നിങ്ങളും കഴിച്ച് കാണത്തില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീം ഇല്ലേ, അതിൻ്റെ സെയിം ടെക്സ്ചറാണ്, നല്ല ക്രീമിയാണ്, നല്ല പതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് മാംഗോയുടെ ടാങ്കിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ യൂസ് ചെയ്യാം, സ്ട്രോബെറിയുടെ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ റസ്നയുടെ പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.